എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാൽ ഓരോരുത്തരായി റിപ്പോർട്ടർ ചാനൽ ഒഴിഞ്ഞു പോവുകയാണ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുന്നത് സുജയ പാർവതിയാണ്. ഒരവസരം വന്നപ്പോൾ മലയാളം ചാരിയുന്നു, ഹിന്ദിയും കൊണ്ടങ്ങ് പോയി. അണ്ണാ നമ്മളിനി എന്തിനു അണ്ണാ? ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സുജയ എന്നോട് പറഞ്ഞു, രാജിക്കത്ത് കൊടുത്തു. ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത്. റിപ്പോർട്ടർ ചാനലിൽ ഇനി അരുൺകുമാറിനെ ഏറ്റുമുട്ടാൻ ആരുമുണ്ടാവില്ല. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നമുക്കൊക്കെ അറിയാം റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിന് എന്തേരെ ദോഷം ഉണ്ടാക്കുന്നുവെന്ന്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞത്? സകല മനുഷ്യർക്കും റിപ്പോർട്ടറിനെ കുറിച്ച് പരാതിയാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കള്ളക്കഥകളും നുണക്കഥകളും വ്യാജ വാർത്തകളുമൊക്കെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ നിലനിൽപ്പിന്റെ ആധാരം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? റിപ്പോർട്ടർ ചാനലിന് സുജയ പാർവതി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാനേ കഴിയില്ല. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. റിപ്പോർട്ടർ ചാനലിൽ ഇനി അരുൺകുമാറിനെ ഏറ്റുമുട്ടാൻ ആരുമുണ്ടാവില്ല. എടാ ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് വയ്ക്കൂടെ? അസംബ്ലി പിരിച്ചുവിട്ടു.